ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കൊടുങ്കാറ്റുകൾ, ചുഴലിക്കാറ്റ്, പ്രതികൂലമായ കാറ്റ്, നിരന്തരം ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ്, വലഞ്ഞു പോകുന്ന കൊടുങ്കാറ്റ്, കൊടുങ്കാറ്റിൽ തളർന്നു പോകുന്ന ജീവിതം, വൻമരങ്ങൾ പോലും ചിലപ്പോൾ കടപുഴകി വീഴും കൊടുങ്കാറ്റ് വീശുമ്പോൾ. കൊടുങ്കാറ്റ് നനച്ചിരിയാതെയാണ് ഗില്ലക്കടലിൽ കൊടുങ്കാറ്റ് വന്നത്. നമ്മൾ ചിലർക്ക് ഇങ്ങനെയാണ്, നനച്ചിരിയാതെ, ഒട്ടും പ്രതീക്ഷിച്ചില്ല. വളരെ സ്നേഹമായി ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വളരെ സ്നേഹമായിട്ട്. മക്കൾ ദൂരെയാണ്, വിദേശത്താണ്, അവർ വിശ്രമ ജീവിതമാണ്. ഭാര്യയും ഭർത്താവും വിശ്രമ ജീവിതമാണ്. നടന്ന കാര്യം പറയുന്നത്, അവർ വളരെ സന്തോഷം, ഒന്നിനും കുറവില്ല, ജീവിക്കാൻ നല്ല മാർഗമുണ്ട്, നല്ല സൗകര്യമുണ്ട്. അവർക്ക് വചനം കേൾക്കാൻ താല്പര്യമുണ്ട്, വചനം കേൾക്കാൻ പോവുകയും ചെയ്യും. എന്നാൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഭാര്യ മിണ്ടുന്നില്ല. നോക്കിയപ്പോൾ അവിടെ ചാഞ്ഞ് പോവുക, വീഴാൻ തുടങ്ങുക. അദ്ദേഹം താങ്ങി പിടിച്ചു. മരിച്ചു കഴിഞ്ഞിരുന്നു. ഒരു 1-2 മിനിറ്റ് കൊണ്ട് എല്ലാം തീർന്നു, മരിച്ചു കഴിഞ്ഞിരുന്നു. ഹോസ്പിറ്റലിലേക്കോ അല്ല ഡോക്ടറെ അടുക്കലേക്കോ കൊണ്ടുപോകാൻ സമയം കിട്ടിയില്ല, തീർന്നു. വലിയ കൊടുങ്കാറ്റാണ്, വലിയ കൊടുങ്കാറ്റ്. ദൈവത്തിന് സ്തോത്രം. ആറ്റുനോറ്റ് കിട്ടിയ ഒരു മോൻ വലിയ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ട് വരികയായിരുന്നു. എന്തു പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. അവനിപ്പോൾ പഠിക്കാൻ തോന്നുന്നില്ല. പഠിക്കും മോനെ എന്ന് പറഞ്ഞാലും ദേഷ്യം വരും. മോനെ നീ പഠിക്കുക, ഇല്ല, അവൻ ദേഷ്യം വരും. അവൻ കയർക്കും, ആരോട്? അപ്പനോടും കയർക്കും, അമ്മയോടും കയർക്കും. മോനെ പഠിക്കും, മോനെ പഠിക്കില്ല. ആഹാരം കഴിക്കാൻ വിളിച്ചാൽ പോലും വരില്ല. അവൻ കമ്പ്യൂട്ടറിന് മുമ്പിലായിരിക്കുന്നത്. അപ്പനും അമ്മയും അങ്ങോട്ട് ചെന്നാൽ കമ്പ്യൂട്ടറിൻ്റെ പെട്ടെന്ന് ആ സൈറ്റ് അത് മാറ്റിക്കളയും. അവൻ എന്തോ ചില വേണ്ടാത്ത പാഠങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, മറ്റേ വല്ല കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കുമോ? ഇല്ല സാറേ, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പോകുന്നവനല്ല. വല്ല മയക്കുമരുന്നോ? ഇല്ല, എൻ്റെ മോൻ മയക്കുമരുന്നൊന്നും ഉപയോഗിക്കില്ല. പിന്നെന്താ അങ്ങനെ വരാൻ കാരണം? സാർ എനിക്കറിയാൻ പാടില്ല, കഷ്ടകാലം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, മോനെങ്ങനെയാകുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. എൻ്റെ മോനാണത്, എന്നിലില്ലാത്തതൊന്നല്ല അവന് സ്വഭാവം, എൻ്റെ സ്വഭാവം തന്നെയാണ്. നിങ്ങൾക്കതിപ്പോൾ മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് മനസ്സിലാവില്ല, എൻ്റെ സ്വഭാവമാണ് എൻ്റെ മോനെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? മനസ്സിലാവില്ല. പക്ഷേ നിങ്ങളുടെ അകത്തിരിക്കുന്ന പിശാച് തന്നെയാണ് നിങ്ങളുടെ മോൻ്റെ അകത്തും കൂടിയിരിക്കുന്നത്. നിങ്ങളുടെ അകത്തുള്ള അഹങ്കാരം, നിങ്ങളുടെ അകത്തുള്ളതായ തനിക്ക് താൻ പോരിമ, തന്നിഷ്ടം, നിങ്ങളുടെ അകത്തുള്ളതായ ഹുങ്ക്, നിങ്ങളുടെ അകത്തുള്ളതായ സ്വാർത്ഥത, നിങ്ങളുടെ അകത്തുള്ളതായ ദ്രവ്യാഗ്രഹം, ഇതൊക്കെയാണ് നിങ്ങളുടെ മോന് കിട്ടിയത്. അതുകൊണ്ട് മോനെയല്ല ആദ്യം ശരിയാക്കേണ്ടത്, നിങ്ങളെയാണ് ശരിയാക്കേണ്ടത്. നിങ്ങളാണ് ശരിയാക്കേണ്ടത്. മനസ്സിലായത്? മനസ്സിലായില്ല, അത് പറഞ്ഞ് പിടികിട്ടിയില്ല. അല്ല സാറേ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ട്, ഞാൻ വചനം കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സ്നേഹിത, നിങ്ങൾ പറഞ്ഞത് ശരി, നിങ്ങൾ വചനം കേൾക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കണം, എൻ്റെ മോന് എന്നേക്കാൾ കവിഞ്ഞ ആത്മീയം ഉണ്ടാകാൻ ഞാൻ പ്രതീക്ഷിക്കാൻ പാടില്ല. എൻ്റെ മോന് ഒരു നദി അതിൻ്റെ തുടക്കത്തേക്കാൾ പൊങ്ങി ഒഴുകാൻ പറ്റില്ലല്ലോ. തുടക്കം എന്നിൽ നിന്ന് എന്നേക്കാൾ കുറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് എൻ്റെ മോൻ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് മോൻ്റെ സ്റ്റാൻഡേർഡ് ശരിയാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉയർത്തണം. മനസ്സിലാകുമോ? ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉയർത്തണം, നിങ്ങളുടെ നിലവാരം ഉയർത്തണം. നിങ്ങൾക്ക് ആത്മാവിന് വിശ്വാസം വരണം. മോന് വിശ്വാസമില്ല, വിശ്വാസമില്ല നിങ്ങൾ പറയുന്നു, നിങ്ങൾക്കും വിശ്വാസം പോരാ. ദൈവത്തിൻ്റെ ആത്മാവിനെ വിശ്വസിക്കുന്നില്ല. സ്തോത്രം. കുറേ നേരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇത് അനുദപിക്കാം, കരയാം. നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ തിന്മകൾ ഓർത്തോർത്ത് കരയാം. സ്തോത്രം. ഓർത്തോർത്ത് കരഞ്ഞ് നിങ്ങൾക്ക് കർത്താവുമായി നിരപ്പാകാം. അപ്പോൾ എല്ലാം ശരിയാകും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ചില ഉദാഹരണങ്ങൾ ഇങ്ങനെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കാനാണ്. മക്കൾ നേരെയല്ല എന്നോർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട്. മക്കൾ നേരെയല്ല എന്നോർത്ത് ഭർത്താവിനെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഭർത്താവ് മദ്യപാനത്തിൽ പോകുന്നു, വേണ്ടാത്ത ജീവിതം നയിക്കുന്നു, ഒരു ചുമതലാബോധവുമില്ല, 10 പൈസ അദ്ദേഹം സ്വന്തമായിട്ട് സമ്പാദിക്കുകയില്ല, ഒരു പണിക്കും പോവുകയില്ല, കെട്ടുതാലി പോലും അദ്ദേഹം പറിച്ചുകൊണ്ടുപോയി പണയം വെച്ച് അദ്ദേഹം കുടിച്ചു.
ഒരു സ്ത്രീ പറഞ്ഞു, വീട്ടിൽ വിൽക്കാൻ ഒന്നും ഇല്ലാണ്ടായപ്പോൾ വീടിൻ്റെ ഓടെടുത്ത് ഇളക്കി വിറ്റു എന്ന്. ഓട് വെഞ്ഞ വീട് ഓടിളക്കി വിറ്റു. അത് കഴിഞ്ഞപ്പോൾ ആ പട്ടികയും കഴുക്കോലും ആ ഭാഗം വെച്ച് മുറിച്ച് വിറ്റു. കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. നടന്ന കാര്യമാണ്. ഇവിടെ അധികം ദൂരമൊന്നുമല്ല. ഇങ്ങനെയുള്ള അനേകം കുടുംബങ്ങളുണ്ട്, വീടുകളുണ്ട്, തകർന്നുപോയ തരിപ്പണമായ കുടുംബങ്ങൾ. എന്നാൽ എൻ്റെ വിശ്വാസം പറയട്ടെ, നിങ്ങൾ ഒരാൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച്, യേശുക്രിസ്തുവിനെ ഉള്ളത്തിൽ അംഗീകരിച്ച്, കർത്താവെ ഇത്രയും കാലം പാഴായി പോയെങ്കിലും ഇനിയുള്ള കാലം യേശുവേ ഞാൻ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് ഉതകുന്ന വിധത്തിൽ ജീവിക്കും, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിനോളം ജീവിക്കുമെന്ന് നിങ്ങൾ തീരുമാനമെടുത്താൽ എല്ലാം നേരെയാകും, എല്ലാം ശരിയാകും. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു പ്രസാദിക്കുന്ന പോലെ ജീവിതം ഞാൻ നയിക്കുമെന്ന് തീരുമാനിച്ചാൽ വീട്ടിൽ പിന്നെ ശണ്ഠകൾ ഉണ്ടാവില്ല, കലഹം ഉണ്ടാവില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. വീട്ടിൽ കലഹം ഉണ്ടാവുകയില്ല. വീട്ടിൽ സ്വസ്ഥതയുണ്ടാകും, സമാധാനം ഉണ്ടാകും. മാതാപിതാക്കൾ മക്കളും തമ്മിൽ ഐക്യമാകും, ഒരു മനസ്സാകും. ഏകദാനതയോടെ, ഏകദാനത്തിൽ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകും. ഐക്യത്തിൽ ഒരുമിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും. ദൈവത്തിന് സ്തോത്രം. പടകിൽ തിര തള്ളിക്കയറി. യേശു ദൂരെ നിന്ന് കണ്ടു. യേശു അടുക്കിലേക്ക് നടന്നു വന്നു വെള്ളത്തിന്മീതെ. 10 നാഴികയോളം യേശു വെള്ളത്തിന്മീതെ നടന്നു. അത് യേശുവിന് സമയം വേണ്ട. സ്തോത്രം. ദൈവവേദനയെ നീ വിളിക്കുമ്പോൾ യേശു അങ്ങ് അമേരിക്കയിൽ നിന്ന് ഇവിടം വരെ വരേണ്ട ആവശ്യമില്ല. യേശു എല്ലായിടത്തുമുണ്ട്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിളിക്കുമ്പോൾ കർത്താവ് വരാൻ താമസിക്കുമോ? നെവർ, ഇല്ല, താമസിക്കുകയില്ല. കാരണം താമസിക്കാതെ അവൻ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. വിളിച്ചാൽ മതി. എൻ്റെ കർത്താവിന് സ്തോത്രം. വിളിച്ചാൽ മതി, അവൻ വിളി കേൾക്കും. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം. സ്തോത്രം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ വിളി കേട്ടുകൊണ്ട് ഓടി വരുന്നൊരു ദൈവം. ഇന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അപ്പൻ്റെ മോനല്ല, അതുകൊണ്ടാണ് കുഴപ്പം. ഇന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിലവിളിക്കുന്നുണ്ട്, എൻ്റെ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിൽ യേശുവിന് വസിക്കാൻ ഇടവില്ല. സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകനായി തീരണം, മകളായി തീരണം. അപ്പൻ്റെ മോളായി തീർന്നാൽ മോൾക്ക് അപ്പനോട് ചോദിക്കാം, അപ്പൻ്റെ മോനായി തീർന്നാൽ മോൻ അപ്പനോട് ചോദിക്കാം, അപ്പ എനിക്ക് ഈ കാര്യം സാധിച്ചു തരണമല്ലോ, അപ്പോൾ ഈ പൈസയുടെ ഞെരുക്കം ഞാൻ എങ്ങനെയാണ് നേരിടുന്നത്, എനിക്കറിയാൻ വയ്യല്ലോ കർത്താവേ, എന്താ വേണ്ടത്? ദൈവത്തിന് സ്തോത്രം. കർത്താവേ എൻ്റെ കുടുംബത്തിൽ ഐക്യം കിട്ടുന്നില്ല, എന്താ വേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? യേശുവിനെ വിളിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പൻ്റെ മോനായി തീർന്നുകൊണ്ട് വിളിച്ചാൽ മോൻ്റെ പ്രാർത്ഥന അപ്പൻ കേൾക്കും. അപ്പൻ്റെ മോളായി തീർന്നുകൊണ്ട് അപ്പൻ വിളിച്ചാൽ മോളുടെ പ്രാർത്ഥന അപ്പൻ കേൾക്കും. ഇന്ന് അപ്പൻ്റെ മോനല്ല, അപ്പൻ്റെ മോളല്ല, ഇന്ന് പിശാചിൻ്റെ മകനാണ്. കേട്ടാൽ നിങ്ങൾക്ക് വിഷമം തോന്നും. സത്യമായും നിങ്ങൾ പാവം ഇരിക്കുന്നിടത്തോളം നിങ്ങൾ പിശാചിൻ്റെ മകനാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥന കേൾക്കാത്തത്. പിശാചിൻ്റെ മകനായിരിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവർ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. മകനാകാനുള്ള മാർഗ്ഗം എന്താണ്? ദൈവമക്കളാകാനുള്ള മാർഗ്ഗം എന്താണ്? യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അധികാരം. നമുക്ക് ദൈവത്തിൻ്റെ മകനാകാം, ദൈവത്തിൻ്റെ മകളാകാം. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. അപ്പൻ്റെ മോനായി തീരണം. അതൊരു വലിയൊരു അനുഭവമാണ്. ഒരു വീണ്ടും ജന്മം നടക്കണം. ഇതുവരെ ജനിച്ചത് അപ്പൻ്റെയും അമ്മയുടെയും മോനായിട്ട് ജനിച്ചു. ഈ ഭൂമിയിൽ അപ്പൻ്റെയും അമ്മയുടെയും മോനായി ജനിച്ചു, മോളായി ജനിച്ചു. എന്നിട്ട് ഇനിയൊരു ജന്മം നടക്കണം. അതെന്താണ്? പരിശുദ്ധാത്മാവിനായുള്ള ജന്മമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ജന്മം, അതിന് വീണ്ടും ജന്മം എന്ന് പറയുന്നു. പുതുജന്മം. ദൈവത്തിന് സ്തോത്രം. പുതുജന്മം, റീജനറേഷൻ, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയും. പുതുജന്മം നാം അനുഭവിക്കണം. സഹോദരങ്ങളെ, ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, വിനയത്തോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ പുതിയ ജന്മം കിട്ടിയോ? വീണ്ടും ജന്മം പ്രാപിച്ചോ? യേശു ക്രിസ്തു അകത്തുണ്ടായിരുന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഉണ്ടോ? മനസ്സറിഞ്ഞൊരു ഭാവം വരികയിൽ നിന്ന് ഉറപ്പുണ്ടോ? ഞാൻ പുതിയ സൃഷ്ടിയായി എന്നുള്ള ഉറപ്പുണ്ടോ? ഇല്ല പ്രിയരേ, ഇല്ല. അതിന് കൂട്ടായ്മയിൽ നിന്ന് വരുന്നു. വചനം കേൾക്കുന്ന ഒരു ത്രില്ലാണ്, ശരിയാണ്. വചനം കേൾക്കുമ്പോൾ സുഖമുണ്ട്. വചനം കേൾക്കുമ്പോൾ പല ദുരാത്മാക്കളും വിട്ടു പോകുന്നുമുണ്ട്. പക്ഷേ എന്ത് പറ്റുന്നറിയാമോ? ഈ പഴയ തുരുത്തി കൊണ്ടുവന്ന വചനം കേൾക്കുന്നത് പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുകയാണ്. പുതിയ വീഞ്ഞ് അത് പഴയ തുരുത്തിയിൽ പകരുമ്പോൾ ആ തുരുത്തി പൊളിഞ്ഞു പോകും, വീഞ്ഞ് ഒഴുകി പോകും. അതാണ് ഇവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും കൃപ നഷ്ടപ്പെടുന്നത്. പലർക്കും ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഇത്രയൊക്കെ പറഞ്ഞാലും ആർക്കും പിടികിട്ടുന്നില്ല. പലരും ഇപ്പോഴെന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആത്മാവ് അങ്ങോട്ട് ശക്തമായി വാദിക്കുമ്പോഴും ഇങ്ങോട്ട് തിരിച്ചു വരുന്ന വാക്കുകൾ പരിശുദ്ധാത്മാവിന് നേരെ ഇങ്ങോട്ട് വരുന്നു. നിങ്ങൾ എന്തെല്ലാമോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരല്ല, ചിലർ എന്തെല്ലാമോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിലെ ചില കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ
ഈ പറയുന്നത് പോലെ സാധിക്കുന്ന കാര്യമാണോ എന്നുള്ള അവിശ്വാസമായിരിക്കുക, എന്തൊക്കെയാണോ. നേരെ മറിച്ച് ഇത് തിരിച്ചു വരാതെ നിങ്ങൾ ഊറ്റിക്കെടുക്കണം, നിങ്ങൾ ഊറ്റിക്കുടിക്കണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. തിരുവചനം ജീവൻ്റെ പാനീയം, സ്വർഗീയമായ അനുഗ്രഹത്തിൻ്റെ പാനീയം, അനുഗ്രഹത്തിൻ്റെ തേൻതുള്ളി നിങ്ങൾ ഇറ്റിറ്റ് കോരി കുടിക്കണം. കിട്ടുന്നത് കളയരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്നും കിട്ടുകയില്ല ഇതുപോലെ ഈ തേൻതുള്ളി, എന്നും കിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും കിട്ടുകയില്ല. അത് ദൈവത്തിന് എന്തോ ഇന്ന് നമ്മോട് കരുണ തോന്നി തരുന്നതാണ്. ഇന്ന് പാവപ്പെട്ട എന്നോട് നിങ്ങളോട് കരുണ തോന്നി കർത്താവ് തരികയാണ്. യേശു ഇറങ്ങി വന്ന് സംസാരിക്കുകയാണ്. യേശു നിങ്ങളുടെ വേദന കണ്ട് സംസാരിക്കുകയാണ്. യേശു കടലിൻ്റെ അരിയിലേക്ക് നടന്നു വന്നു. ഭൂതമാണെന്ന് പേടിച്ചു. അവർ പേടിച്ച് നിലവിളിച്ചു. അടുത്ത വാക്യം. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അവർ പേടിച്ച് പറഞ്ഞു, ഞാനാണ്, പേടിക്കണ്ട. യേശു അവരെ ധൈര്യപ്പെടുത്തി, ഞാനാകുന്നു. അവർ ഞെട്ടലോടെ ശ്രദ്ധിച്ചു. ഇത് നമ്മുടെ കർത്താവിൻ്റെ ശബ്ദമല്ലേ ഇത്? യേശുവിൻ്റെ ശബ്ദമല്ലേ ഇത്? ഇത് ഞാനാകുന്നു, പേടിക്കേണ്ട. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ധൈര്യമായി വരാം. ഇവിടെ ധൈര്യമായി നിങ്ങളുടെ സ്വന്തം കൂട്ടായ്മയായി, സ്വന്തം ഭവനമായി, സ്വന്തം കുടുംബമായി കാണാം. ദൈവത്തിന് സ്തോത്രം. ആരും പരിഭ്രമിക്കേണ്ട. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നില്ല, പൈസ പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങൾ സംഭാവന പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നുമില്ല. സ്തോത്രം. എൻ്റെ ദൈവത്തിന് സ്തുതി. നിങ്ങൾ സഭ മാറണ്ട, സമുദായം മാറണ്ട. നിങ്ങൾ പോകുന്ന പള്ളിയിൽ പോയിക്കൊള്ളൂ, പോകുന്ന സഭയിൽ, നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന സഭയിൽ ചേർന്ന് നിന്ന് അവിടെ ആ ചട്ടംകെട്ടുകളെ അനുസരിച്ച് നിന്നുകൊള്ളൂ. പക്ഷേ നിങ്ങളുടെ ഹൃദയം മാറും. ഇത് ഞാനാകുന്നു, പേടിക്കേണ്ട, പേടിക്കേണ്ട. ധൈര്യമായിട്ട് വരാം, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം. നിങ്ങളെ കുഴിയിൽ ചാടിക്കുകയില്ല, നിങ്ങളാരെയും കെണിയിൽപ്പെടുത്തുകയില്ല. ആരും പേടിക്കേണ്ട. സ്തോത്രം. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ചിലരെ കുഴിയിൽ ചാടിക്കാൻ സുവിശേഷത്തിൻ്റെ പേര് മറിഞ്ഞ് ചിലരുടെ വീടുകൾ തോറും വരും. സുവിശേഷത്തിൻ്റെ പേരിലാണ് വീട് തോറും വരും. കുടുംബ സന്ദർശനം നടത്തുന്ന വേറെ ചിലരുണ്ട്. അവർ പറയുന്നു, നിങ്ങളിപ്പോൾ പോകുന്ന കൂട്ടായിൽ പോകണ്ട, ഞങ്ങളുടെ കൂടെ ഒന്നുകൂടി സ്ഥാനപ്പെട്ടാൽ മതി, അപ്പോഴേക്കും എല്ലാം ശരിയാകുമെന്ന് പറയുന്ന ആളുകളുണ്ട്. ഒന്നുകൂടി സ്ഥാനപ്പെട്ടാൽ മതി, എന്നാൽ നിങ്ങളുടെ രോഗം മാറും. ഒന്നുകൂടി സ്ഥാനപ്പെട്ടാൽ മതി, നിങ്ങൾ കടം മാറും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആലോചനകൾക്ക് വഴിപ്പെട്ടു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അതാണ് പറഞ്ഞത്, നിങ്ങൾ എത്ര പ്രാവശ്യം ഇവിടെ വന്നാലും ഒരിക്കലും നിങ്ങളോട് സംഭാവന ചോദിക്കുകയില്ല. അത് ഞങ്ങളുടെ ഉദ്ദേശമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഈ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഞാൻ എന്തിനാ എല്ലാ പ്രാവശ്യം പറയുന്നത്? അനേകരെ പുതുതായി വരുന്നവർക്ക് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇത് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണെന്ന് ചിലർ ധരിക്കുന്നത് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു കാണുമായിരിക്കാം. പക്ഷേ ക്രിസ്ത്യൻ റോയൽ ഫെലോഷിപ്പ് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയല്ല. ഇവിടെ വേറെ ഒരു ഉദ്ദേശവുമില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സമാധാനം തന്ന യേശുവിനെ ഞാൻ എങ്ങനെ പ്രഖ്യാപിക്കാതിരിക്കും? എനിക്ക് ജീവിതത്തിന് നാഥനായി വന്ന യേശുവിനെ ഞാൻ എങ്ങനെ വാഴ്ത്താതിരിക്കും? എൻ്റെ യേശുവിനെക്കുറിച്ച് ഞാൻ എങ്ങനെ പറയാതിരിക്കും? എന്നെ അനുഗ്രഹിച്ച യേശു, ദൈവത്തിന് സ്തോത്രം. സമാധാനം തന്ന യേശു, കുടുംബസമാധാനം തന്ന യേശു ഞാൻ എങ്ങനെ വർണ്ണിക്കാതിരിക്കും? സ്തോത്രം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ദൈവത്തിന് വില ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായി പറയാം. യേശു വന്ന് അടുക്കലേക്ക് വന്നപ്പോഴേക്കും ആദ്യം ഒരു പേടിച്ചെങ്കിലും യേശുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി. ഇന്ന് പേടിക്കേണ്ട, ധൈര്യപ്പെടുകയും ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് പറയുകയാണ്, അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. കർത്താവ് വെള്ളത്തിന്മേൽ നടക്കുന്നുണ്ടപ്പോൾ പത്രോസിൻ്റെ ഒരു ആഗ്രഹം, ഇത് കൊള്ളാമല്ലോ, വെള്ളത്തിന്മേൽ നടക്കുന്നത്, ഞാനും നടന്നാലെന്താ? ഒരാഗ്രഹം. യേശു നടന്നതുപോലെ നടക്കാനൊരാഗ്രഹം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശു നടന്നതുപോലെ നടക്കാനൊരാഗ്രഹം ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ അങ്ങനെ? യേശു നടന്നതുപോലെ നടക്കാൻ, യേശുവിനെ പോലെ വിശുദ്ധനായി വിശുദ്ധിയിൽ വളർന്നു നടക്കാൻ, യേശുവിനെ പോലെ സ്നേഹം മാത്രമായി നടക്കാൻ ആഗ്രഹമുണ്ടോ? വിട്ടുവീഴ്ച ചെയ്യുന്നു, സ്നേഹിക്കുന്നു, ക്ഷമിക്കുന്നു, പൊറുക്കുന്നു, ദൈവത്തിന് സ്തോത്രം, മറക്കുന്നു എല്ലാം. ആരെങ്കിലും നിങ്ങൾ തിന്മ ചെയ്താൽ മറന്നു കളയുന്നു. ഇപ്പോൾ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ സമയത്ത് ഞാൻ എളിമയോടെ നിങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് ദ്രോഹം ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ പരിക്ക് പറ്റിയ വിധത്തിൽ നിങ്ങളോട് സംസാരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹൃദയത്തിൽ വ്രണമുണ്ടാകുന്ന രീതിയിൽ നിങ്ങളോട് പെരുമാറിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങ് കണ്ണടച്ചങ്ങ് ക്ഷമിച്ചേക്കൂ. നല്ലതാണ്. അങ്ങ് ക്ഷമിക്കൂ. പ്രിയപ്പെട്ടവരെ, ക്ഷമിച്ചുകള. കർത്താവിന് ആരെങ്കിലും നിങ്ങൾക്ക് ഉപദ്രവം ചെയ്തെങ്കിൽ, നിങ്ങളെ കളിയാക്കിയെങ്കിൽ, നിങ്ങളെ പരിഹസിച്ചെങ്കിൽ, നിങ്ങളെ കണ്ണുമടച്ചങ്ങ് ക്ഷമിച്ചേക്ക്. ദൈവത്തിന് സ്തോത്രം. എല്ലാം അങ്ങ് ക്ഷമിച്ചു കൊടുക്കൂ. അനുഗ്രഹം നോക്കു വരും. സ്തോത്രം. നിങ്ങളെ പരിഹസിച്ചവരുണ്ട്, നിങ്ങൾക്ക് ഉപദ്രവം ചെയ്തവരുണ്ട്, നിങ്ങളുടെ പ്രൊമോഷൻ തടഞ്ഞവരുണ്ട്, നിങ്ങളുടെ ഇൻക്രിമെൻറ്റ് തടഞ്ഞവരുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ പലതരം ദുഷ്കൃത്യങ്ങൾ ചെയ്തവരുണ്ട്.
കണ്ണടച്ച് ക്ഷമിക്കൂ. ദൈവത്തിന് സ്തോത്രം. ക്ഷമിച്ച് കളയുക. എന്തൊരാശ്വാസമാണെന്നോ ക്ഷമിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം. ക്ഷമിച്ച് അതെല്ലാം അങ്ങ് ക്ഷമിച്ച് കഴിയുമ്പോഴേക്കും വലിയൊരു ആശ്വാസം വരും. കർത്താവിൻ്റെ സാന്നിധ്യം കിട്ടുകയാണ്. സ്തോത്രം. നിങ്ങൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അത് നിങ്ങൾ ചെന്ന് മാപ്പ് ചോദിച്ചുകൊള്ളുക. ആൾ അറിയത്തക്കവണ്ണമാണ് തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ ഉള്ളിൽ കൂടെ ചിന്തകൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കാൻ പോകണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ദ്രോഹം ചെയ്തു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണം. അല്ല, നിങ്ങൾ അവർക്കെതിരായി എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തെങ്കിൽ അത് മാപ്പ് ചോദിച്ച് നിരപ്പായിക്കൊള്ളണം. കടമൊന്നും ബാക്കി വെച്ചേക്കരുത്. ഒരു കടവും ഇരിക്കരുത്. സ്തോത്രം. ഒരു കടവും ഇരിക്കരുത്. കർത്താവിൻ്റെ വലിയ നാമമഹത്വം. ആരോടും കടപ്പെട്ടിരിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യേണ്ടത് ചെയ്യാതെ ഒന്നും ബാക്കി വെച്ചേക്കരുത്. ഉറപ്പായി നിങ്ങൾ തീരുമാനിക്കൂ. എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിരോധമായി പറഞ്ഞവരോട് നിങ്ങൾക്ക് വൈരാഗ്യം ഉണ്ടായി അവരോട് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തെങ്കിൽ ചെന്ന് കണ്ണുടച്ച് മാപ്പ് ചോദിക്കൂ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മാപ്പ് ചോദിക്കാൻ മടിക്കേണ്ട. കൊടുത്തു തീർക്കാൻ മടിക്കേണ്ട. കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തു തീർത്തോളണം. ഒന്നും ബാക്കി വെച്ചേക്കരുത്. എല്ലാം കൊടുത്തു തീർക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്തൊരു കൃപയാണെന്നറിയാമോ അത്? എന്തൊരു ശക്തിയാണെന്നറിയാമോ? എല്ലാം കൊടുത്തു തീർക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാം മാപ്പി ചോദിക്കുമ്പോൾ എന്തൊരു ശക്തിയാണ് ഇറങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. മക്കൾ അപ്പൻ്റെ അടുക്കൽ ചെന്ന് മാപ്പി ചോദിക്കണം. മക്കൾ അമ്മയുടെ അടുക്കൽ ചെന്ന് മാപ്പി ചോദിക്കണം. ഇവിടെ അങ്ങനെ ചോദിക്കേണ്ട ഒരു വല്ലൂടെ ഇരിപ്പുണ്ട്. അപ്പൻ്റെ നേരെ ധിക്കാരത്തോടെ പെരുമാറിയവർ, അപ്പൻ്റെ നേരെ കോപിച്ചവർ, അപ്പൻ്റെ നേരെ കയ്യോങ്ങിയവർ ചെന്ന് മാപ്പ് ചോദിച്ചോളണം. വേഗം വേഗം മാപ്പ് ചോദിച്ചോളണം. ഒട്ടും വൈകരുത്. നാളെ പക്ഷേ ചോദിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലോ? ദൈവത്തിന് സ്തോത്രം. മക്കളെ, ഒരിക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. മാതാപിതാക്കളെ ദ്രോഹിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ചിന്തിക്കൂ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കൂ. ഭാര്യയെ ഉപദ്രവിച്ചവർ, ആ സാധു സ്ത്രീയെ മർദ്ദിച്ചവർ, ആ സാധു സ്ത്രീയെക്കുറിച്ച് ഇല്ലാത്ത ചിന്തിച്ചവർ, സംശയരോഗം, അവിശ്വാസം ഇതൊക്കെ വന്നവർ, മാപ്പ് ചോദിക്കൂ. സുബോധം കിട്ടട്ടെ നിങ്ങൾക്ക്. കുടുംബം ഐശ്വര്യമാകട്ടെ, മക്കൾ ഐശ്വര്യമാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഞാൻ ആ വാക്യം ഓർക്കുകയാണ്. മക്കളെ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ, സകലത്തിലനുസരിപ്പീൻ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. ഞാൻ ഭയത്തോട് പറയട്ടെ, മാതാപിതാക്കളോട് ധിക്കാരം പറഞ്ഞവർ, മാതാപിതാക്കളെ കൈയോങ്ങിയവർ, മാതാപിതാക്കളെ അടിച്ചവർ, അവർ അത് ദീർഘായുസ് കിട്ടുകയില്ല. ഓർത്തോളണം. ദൈവത്തിന് വചനം പറയുന്നത് നിനക്ക് നന്മയുണ്ടാകുവാനും ഭൂമിയിൽ നീ ദീർഘായുസ്സോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. ആദ്യ കൽപ്പനയാണ്. നന്മ വേണമോ ദീർഘായുസ് വേണമോ മാതാപിതാക്കളെ ആദരിച്ചുകൊള്ളുക. അങ്ങനെയാണെങ്കിൽ അതിവേഗം മാതാപിതാക്കളോട് നിരപ്പായിക്കൊള്ളുക. ചെന്ന് വേഗം നിരപ്പായിക്കൊള്ളുക. വേഗം മാപ്പ് ചോദിച്ചുകൊള്ളുക. വേഗം കടിച്ച് കരഞ്ഞുകൊണ്ട് അപ്പാ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊള്ളുക. അമ്മേ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. യേശു ആണ് എന്നറിഞ്ഞപ്പോൾ പത്രോസിൻ്റെ ആഗ്രഹം, കർത്താവേ ഞാൻ ഇതിൻ്റെ അടുക്കൽ വരട്ടെ. വായിക്കാം. കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. കർത്താവേ നീ ഒന്ന് അനുവദിച്ചാൽ മതി, ഞാനും വരാം അങ്ങോട്ട്. കർത്താവേ എനിക്കൊരാശ നീ നടന്നു പോലെ നടക്കാൻ. പത്രോസ് തിടുക്കക്കാരനാ, ധൃതതിക്കാരനാ. എന്ത് ചാടി പറയും. നല്ല ലക്ഷണമാണത്. ചാടി പറയുന്നത് വെച്ചാൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ആഗ്രഹം തുറന്നു പറയുകയാണ്. മറ്റാരും അത് പറഞ്ഞില്ല. പത്രോസ് പറഞ്ഞു, കർത്താവേ എനിക്ക് എങ്ങനെ ആശയുണ്ട്, നീ നടക്കുന്നവർക്ക് നടക്കണമെന്നുണ്ടല്ലോ. സ്തോത്രം. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? യേശു നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഖണ്ഡികയിൽ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യേശു നടന്നതുപോലെ നടക്കണം. നമ്മുടെ പണമിടപാടുകളിൽ യേശു ആണെങ്കിൽ ഇത് ചെയ്യുമോ? നമ്മുടെ വരുമാനങ്ങളിൽ യേശു ആണെങ്കിൽ ഇത് വാങ്ങിക്കുമോ? സ്തോത്രം. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആരിൽ നിന്നൊന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഒന്ന് മാത്രം, എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നവരായിത്തീരണം. എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നവരായിത്തീരണം. മതി. യേശു നടന്നതുപോലെ നടക്കാൻ സാധിക്കണം. യേശു നടന്നതുപോലെ, യേശു ചിന്തിക്കുന്നത് പോലെ, യേശു സംസാരിക്കുന്നത് പോലെ, യേശു പെരുമാറുന്നത് പോലെ ആ സ്നേഹാർദ്രമായി പെരുമാറുക, കരുണാർദ്രമായി പെരുമാറുക. ദൈവത്തിന് സ്തോത്രം. കരുണാർദ്രമായി പെരുമാറുക. ആരോടും കരുണ, ആരോടും സ്നേഹം. ആ യേശുവിൻ്റെ ഭാവമായിരിക്കണം. യേശു ഒരാളുടെ നേരെ കോപിക്കുമ്പോൾ നിങ്ങൾ ലോഹ്യം പറയാൻ പോകരുത്. യേശു ഒരാളുടെ നേരെ കോപിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ ലോഹ്യം പറയാൻ പോയാൽ നിങ്ങൾക്ക് അടി കിട്ടും, പിശാചിൻ്റെ അടി കിട്ടും. ദൈവത്തിന് സ്തോത്രം. യേശു ഒരാളോട് ശാസിക്കുമ്പോൾ നിങ്ങൾ ശാസിക്കാതെ ഓമനിച്ചാൽ പിശാചിൻ്റെ അടി കിട്ടും നിങ്ങൾക്ക്. ഓർത്തുകൊള്ളുക. യേശുവിൻ്റെ ഭാവം പൂണ്ടു നിൽക്കണം.
അതെങ്ങനെ സാറേ അങ്ങനെ യേശുവിൻ്റെ ഭാവമോ എനിക്കറിയാൻ പാടില്ലല്ലോ. മോനെ നീ നിനക്കറിയാം. എങ്ങനെ അറിയാം? നീ യേശു അകത്തുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാകും. വേറൊന്നും വേണ്ട. നീ ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു. യേശു അകത്തുണ്ടെങ്കിൽ മനസ്സിലാകും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വരട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. വരിക എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് അനുവദിച്ചതാണ്. പക്ഷേ നടന്നു തുടങ്ങിയപ്പോഴാണ് പ്രശ്നം. ഒരു കാറ്റ് കാഞ്ഞു വീശി, വലിയ തിരമാല. പേടിച്ചു പോയി. യേശുവിൻ്റെ മുഖത്ത് കണ്ണു മാറി തിരമാലയിലേക്ക് നോക്കിപ്പോയി. പെട്ടെന്നാണ് തിരമാല ഒന്ന് അടിച്ചത്. യേശുവിൻ്റെ മുഖത്ത് കണ്ണു മാറിപ്പോയി, ഏകാഗ്രത മാറിപ്പോയി. ഉടനെ താഴാൻ തുടങ്ങി. അയ്യോ കർത്താവേ രക്ഷിക്കണമേ. അടുത്ത വാക്യം. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. കർത്താവേ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പത്രോസിനെ വിളിച്ചു. അതിലേ പോകാൻ വഴിയുള്ളൂ. അബദ്ധം പറ്റിപ്പോയി. അങ്ങ് നോക്കേണ്ടിടത്ത് നിന്ന് നോട്ടം മാറിപ്പോയി. വശങ്ങളിലേക്ക് നോട്ടം മാറിപ്പോയി. അപ്പോൾ അവൻ പേടിച്ച് നിലവിളിച്ചപ്പോൾ കർത്താവ് കൈ നീട്ടി അവനെ പിടിച്ചു. സ്തോത്രം. ഇന്ന് ഇപ്പോൾ നടക്കേണ്ടത് അതാണ്. യേശു കൈ നീട്ടി നിങ്ങളെ പിടിക്കും. സ്തോത്രം. വേണമോ നിങ്ങൾക്ക്? കൊടുങ്കാറ്റിൽ ആടി വലിയുന്നവരെ നിങ്ങൾക്ക് വേണമോ ഇത്? യേശുവിൽ കൈ നീട്ടി പിടിക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കണമോ? നിങ്ങളുടെ യാതനയിൽ, നിങ്ങളുടെ വേദനയിൽ, നിങ്ങളുടെ ഏകാന്തതയിൽ, നിങ്ങളുടെ ഇല്ലായ്മയിൽ, നിങ്ങളുടെ കടഭാരത്തിൽ, നിങ്ങളുടെ രോഗത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലെ ക്ലേശങ്ങളിൽ, ദൈവമേ എന്തെല്ലാം ഞാൻ പറഞ്ഞ തീരില്ലല്ലോ. യേശു കൈ നീട്ടി പിടിച്ചു. താഴുന്നവനെ പിടിച്ചു, താണു പോകുന്നവനെ പിടിച്ചു, പെരുവെള്ളത്തിൽ താണു പോകുന്നതിനെ പിടിച്ചു. യേശു കൈ നീട്ടി അവനെ പിടിച്ചു. സ്തോത്രം. ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞാൽ കൈ നീട്ടി പിടിച്ചു. സ്തോത്രം. യേശു കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. സ്തോത്രം. യേശു പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ നീ ദൈവത്തിന് സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. സ്തോത്രം. യേശു കൈ നീട്ടി പത്രോസിനെ പിടിച്ചു. പത്രോസിനെ പടകിലാക്കി. യേശു കൈ ഉയർത്തി. ആ കരം, പാവിയെ വീണ്ടെടുക്കുന്ന കരം യേശു ഉയർത്തി. കാറ്റടങ്ങി. കാറ്റിന് ശാസിച്ചു. സൃഷ്ടാവ് കൈ ഉയർത്തിയപ്പോഴേക്കും കടൽ ശാന്തമായി പെട്ടെന്ന്. സ്തോത്രം. ഇന്ന് എൻ്റെ ആശ പറയുകയാണ്, നിങ്ങളുടെ അരികത്തേക്ക് യേശു വന്ന് കർത്താവ് കരം ഉയർത്തി നിങ്ങളോട് ശാന്തമക എന്ന് പറയുന്നത് കേൾക്കാൻ ഞാൻ കൊതിക്കുന്നു. സ്തോത്രം. നിങ്ങൾക്ക് വേണമോ യേശുവിനെ? യേശുവിനെ നിങ്ങൾക്ക് വേണമോ? യേശുവിൻ്റെ അരികത്ത് വന്നിട്ടുണ്ടല്ലോ. ഭാരപ്പെട്ടിരിക്കുന്നവരുടെ നേരെ നോക്കിക്കൊണ്ട് അടുത്ത് വരുന്ന യേശു നിങ്ങൾക്ക് വേണമോ? വശം കെട്ട് വിഷമിക്കുന്നവരുടെ നേരെ വരുന്ന യേശു നിങ്ങൾക്ക് വേണമോ? യേശു കൈ നീട്ടി അവനെ പിടിച്ചു. കടൽ ശാന്തമായി, കോളിളക്കങ്ങൾ ശാന്തമായി. സൃഷ്ടാവ് നോക്കിയപ്പോഴേക്കും കാറ്റടങ്ങി. ഒറ്റ നോട്ടം മതി. സ്തോത്രം. ഇന്ന് നിങ്ങൾ താണുകൊണ്ടിരിക്കുന്നവരുടെ കരത്തിൽ പിടിച്ച് പൊക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. താണു പോകുന്നു. കൊള്ളരുതായ്മയിൽ താണു പോകുന്നു. കവർച്ചയിൽ താണു പോകുന്നു. മോഷണത്തിൽ താണു പോകുന്നു. അന്യൻ്റെ സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്നതിൽ താണു പോകുന്നു. കുടുംബ കലഹത്തിൽ താണു പോകുന്നു. പണമില്ലാതെ വിഷമിച്ച് കടത്തിൽ താണു പോകുന്നു. താണു പോകുന്നവരെ നോക്കുന്ന ക്രിസ്തു ഇന്ന് നിങ്ങളുടെ കരത്തിൽ പിടിക്കാൻ ആഗ്രഹിക്കുന്നു. അവനിതാ കരം നീട്ടുന്നു. നോക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കരത്തിലേക്ക് നോക്കൂ. അന്ന് നീട്ടിയ കരം ഇന്ന് കാണുമ്പോൾ അത് ആണിപ്പാട് കരങ്ങളാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അടിയേറ്റ് തകർന്ന കരങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടി ആണിയടിച്ച് തകർന്ന കരങ്ങളാണ്. ആ കരങ്ങൾ നിങ്ങളെ പിടിക്കട്ടെ, നിങ്ങളെ തൊടട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ശത്രുവിൻ്റെ ബാധകളെല്ലാം മാറ്റിക്കളയട്ടെ. നിങ്ങൾക്ക് സമാധാനം തരട്ടെ. സമാധാനം, സന്തോഷം നിങ്ങൾക്ക് തരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതകരം നിങ്ങൾ താങ്ങട്ടെ, നിങ്ങൾ തലോടട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വേണമോ യേശുവിനെ? അടുത്ത് വന്നിട്ടുണ്ട്. യേശുവിന് വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കൊള്ളരുതായ്മകളെ ഉപേക്ഷിച്ച് പാപത്തോടെ എന്നേക്കുമായി യാത്ര പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾ യേശുവിനെ വിളിക്കും. യേശുവേ, ഞാൻ താണു പോകുന്നു, കൈ നീട്ടി എന്നെ പിടിക്കണമേ കർത്താവേ. ഞാൻ താണു പോകുന്നു, ഞാൻ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു, ഞാൻ വശം കെട്ടു പോകുന്നു, എന്നെ കൈ നീട്ടി പിടിക്കണമേ നിങ്ങൾ പറയുമോ ഇപ്പോൾ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഇപ്പോൾ യേശുവിനോട് പറയാം, കർത്താവേ എന്നെ താങ്ങണമേ, യേശുവേ എന്നെ പിടിക്കണമേ, യേശുവേ എന്നെ ഉദ്ധരിക്കണമേ, യേശുവേ എന്നെ ഉയർത്തിയെടുക്കണമേ, യേശുവേ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കണമേ, യേശുവേ പെരുവെള്ളത്തെ ശാസിക്കണമേ,
യേശുവെ കാറ്റിനെയും കടലിനെയും ശാസിക്കണമേ. എൻ്റെ യേശുവെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കണമേ. യേശുവെ എൻ്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ അമർച്ച വരുത്തണമേ. യേശുവെ എൻ്റെ കരുത്തിൽ പിടിക്കണമേ. യേശു പത്രോസിനെ കരുത്തിൽ പിടിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ കരുത്തിൽ പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പറയുവീൻ, യേശുവേ ഞാനിതാ താണു പോകുന്നു. എൻ്റെ യേശുവേ ഞാനിതാ താണു പോകുന്നു, എന്നെ പിടിക്കണമേ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾ പറയുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് പറയാം, യേശുവിനോട് പറയാം, യേശു അടുത്ത് തന്നെയുണ്ട്. യേശു ദൂരെയല്ല, അടുത്ത് തന്നെയുണ്ട്. പറയൂ, യേശുവേ എന്നെ പിടിക്കണമേ. യേശുവേ രക്ഷിക്കണമേ. യേശുവേ നരകാഗ്നിയിൽ നിന്ന് എന്നെ സ്വർഗീയ അവകാശത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ. യേശുവേ പിശാചിന്റെ മകനായ എന്നെ എന്റെ കർത്താവേ എന്നെ മകനാക്കി തീർക്കണമേ, മകളാക്കി തീർക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. എന്നെ പിടിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചവർ മാത്രം കരങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ അത്ഭുത നിമിഷങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിത പടകിൻ്റെ അരികിലേക്ക് അവിടെ നടന്നു വന്നതിനായി സ്തോത്രം. ഈ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടുന്ന് കാലെടുത്ത് വയ്ക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കരുത്തിൽ അവിടുന്ന് പിടിക്കുന്നതിനായി സ്തോത്രം. അപ്പോൾ ഇന്ന് തീരുമാനമെടുത്ത ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ പ്രിയ മക്കളുടെ മേൽ തൃക്കരം വയ്ക്കണമേ കർത്താവേ. മനസ്സ് വിഷമിച്ചും ഭാരപ്പെട്ടും ആകുലച്ചിത്തരായിരിക്കുന്നവർക്ക് എൻ്റെ കർത്താവിൻ്റെ സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യണമേ. എൻ്റെ കർത്താവ് ഈ സമയത്ത് കടന്നുപോയാലും നിത്യ സ്വർഗീയ രാജ്യത്തിലെത്തുമെന്നുള്ളതായി പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നൽകണമേ. എല്ലാവരെയും അതിനുവേണ്ടി ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് കേൾക്കണമേ. ആമീൻ.